പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് സുഭാഷിത പുസ്തകം 3-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം. ഇവിടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ കുർബാനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന, ബലിയർപ്പണം, അല്ലെങ്കിൽ മറ്റു കുദാശകൾ സ്വീകരിക്കാനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇച്ചിരി ആ ഒരു ഡിസ്പൊസിഷൻ അല്ലേ, ആ ഒരു മനോഭാവം നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കും. അത് കഴിഞ്ഞാലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളുടെ തോന്നിയതായ രീതിയിലൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവിടെ വചനം പറയുകയാണ് എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ. ഞാൻ കളിക്കുകയാണെങ്കിലും, ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിലും, ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിലും ഒക്കെ ദൈവവിചാരത്തോടെ ആകട്ടെ എന്നാണ് സുഭാഷിതങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു അഭിഷേകം, അതായത് 24 hours ഞാൻ ഉറങ്ങുകയാണെങ്കിലും അതും ദൈവവിചാരത്തോടെ, ഞാൻ ഉല്ലാസത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും ഞാൻ അത് ദൈവവിചാരത്തോടെ. അതായത് എനിക്ക് ഇതിനെല്ലാം പ്രതിഫലം, ഇതൊരു യാത്രയാണ്. ഭൂമിയിലെ എൻ്റെ യാത്ര, എൻ്റെ യഥാർത്ഥ അപ്പച്ചനായ തമ്പുരാൻ്റെ അടുക്കിലേക്കുള്ള യാത്ര, ഇതാണ് ദൈവവിചാരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് അതൊരു ഒരു 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 അഭിഷേകമാണ്. ആ ഒരു അഭിഷേകത്തിലേക്ക് വളരാനായിട്ട് സ്വർഗം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് തിരുവചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു, അച്ഛാ ഹൊറോപ്പ് മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ്, അതായത് അച്ഛൻ്റെ ടോക്കല്ല, ഒരു വചനം, പിന്നെ മനോഹരമായ വരികൾ, ഒരു ഗാനത്തിൻ്റെ 3-4 വരികളൊക്കെ ആയിട്ട് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മുടെ ശുശ്രൂഷകർ ചെയ്യുന്നതാണ് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളത് സ്റ്റാറ്റസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. ഹൊറോപ്പ് മിനിസ്ട്രീസിൽ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത്, അതിലെ ഷോർട്സ് എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം കാണാൻ പറ്റും. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.